ഓക്കെ, മാംഗ്ലൂർ ചിക്കൻ ഗീ റോസ്റ്റ്. പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. ഞാൻ എന്റെ വേർഷൻ ഓഫ് മാംഗ്ലൂരി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഉണ്ടാക്കിയാലോ. വയോ. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസ് വേണം എടുക്കുക, എല്ലുള്ളതോ എല്ലില്ലാത്തൊക്കെ എടുക്കുക. ആദ്യം കൊണ്ട് എടുത്തിട്ട് അങ്ങോട്ട് നേരെ കൊണ്ട് വരഞ്ഞുകൊണ്ട് ക്യൂബ് ആക്കി നേരെ ഒരു ബോളിലേക്ക് കൊണ്ടിട്ടോ. അതിനെ അങ്ങോട്ട് മാറി വെച്ചോ. ഇനി ഒരു പാനിലേക്ക് ഒരു പിടി ഡ്രൈ ചില്ലി ഓർ വറ്റൽ മുളക്, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, ചെറിയൊരു കഷ്ണം പട്ട. ഇത് ഓപ്ഷനിലാണ്. ഏലക്ക, പക്ഷെ ഇതിട്ടാ പൊളിയാട്ടോ. ചെറിയ ജീരകം, പെരുംജീരകം, ഒരു ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നേരെ ഒരു മിക്സിന്റെ ജാറിലേക്ക് കൊണ്ടിട്ടോ. ഒരു നല്ല ചെറിയൊരു കഷ്ണം വാളംപുളി അതും കൂടി അതിലേക്ക് കൊണ്ട് ഇടുക. സാധാരണ ഇതിൽ കാഷ്നട്ട് ഇടാറില്ല, പക്ഷെ എന്റെ വക കുറച്ച് കാഷ്നട്ട് കൊടുക്കണം. ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ. ആവശ്യത്തിന് ഉപ്പിടുക, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് വെള്ളം കൂടി കൊണ്ട് പേസ്റ്റ് ഒക്കെ നല്ല നേരെ നമ്മൾ ചിക്കനിലേക്ക് കൊണ്ട് കിട്ടും. അതിനെല്ലാം തിരുമ്പി പിടിച്ചുകൊണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞത് 1 മണിക്കൂർ വെക്കുക. അതിൽ ഓവർനൈറ്റ് കൊണ്ട് വെക്കുക, അതാണ് ബെസ്റ്റ്. എന്നിട്ട് ഒരു പാൻ എടുക്കുക, കുറച്ച് ഗീ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മൊത്തം അതിലേക്ക് കൊണ്ടിട്ട് ഒരു സാധനം പറഞ്ഞുപോയി, കുറച്ച് ജാഗരി പൊടിച്ചത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അതിന് നല്ലോണം കൂടെ സെറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. എന്നിട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സെറ്റാണ്. പക്ഷെ ഞാൻ ഒന്നും കൂടെ വെള്ളം വരിച്ചുകൊണ്ട് റോസ്റ്റ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം കൂടെ വാട്ടി വെള്ളം കൊണ്ട് വരിച്ചെടുത്തിട്ട് സാരം കണ്ടില്ല പൊളി. എന്നിട്ട് നേരെ ഒരു പ്ലേറ്റിലേക്ക് കൊണ്ട് മാറ്റിക്കും. സോ നമ്മൾ മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ് ഇസ് റെഡി. എന്നിട്ട് നല്ല പൊറോട്ട നെയ്ച്ചോറ് ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഒരു കുന്തം വെച്ചിട്ട് പിട്ടത്തം കൊണ്ട് പിടിച്ചാടല്ലോ. സ്വർഗം. മാംഗ്ലൂർ ചിക്കൻ ഗീ റോസ്റ്റ് പോളിയോസ്കി സാധനമാണ്. നിങ്ങൾ എത്രത്തോളം ഗീ വാരി വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആണ്. കുറച്ച് ഗീ വെക്കുന്നല്ലേ നമ്മളെ ഹെൽത്തിന് നല്ലത് അല്ലേ. ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ വരെ ഗൈസ്, ഓക്കെ ബൈ.